ഒരു പക്ഷേ ഈ സമയത്തായിരുന്നു എൻ്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം ഇപ്പം എനിക്ക് അന്ന് എടുത്തു ചാടി നമ്മൾ ഭയങ്കര ദേഷ്യം, എനിക്ക് ഭയങ്കര ഒന്നും മുന്നും പിന്നും നോക്കാത്ത രീതികളുണ്ടായിരുന്നു എനിക്ക് കുറേ. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതിനൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടും ഉണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ കസിൻസൊക്കെ പിള്ളേരോട് പറയും, ദൈവം ഇത് 30 വയസ്സെങ്കിലും ആകുമ്പോഴേ കല്യാണം കഴിക്കാവുള്ളേ. കാരണം ആ ഒരു പ്രായമൊക്കെ എത്തണമെന്നേ. നമുക്കൊരു പക്വത എല്ലാവരും പറയും. ഇല്ല, ഞാൻ ഭയങ്കര മെച്യൂരിറ്റി ഉണ്ട്. നമ്മുടെ വേറെ പല കാര്യങ്ങൾക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മൾ മെച്യൂർഡായിട്ട് ചെയ്യും. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് മെച്യൂരിറ്റി വരാൻ, അല്ലെ വകതിരിവ് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഡിലേ ആയിട്ട് മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഹാപ്പിയാണ്, പുള്ളി ഹാപ്പിയാ, ഞാൻ ഹാപ്പിയാ. ഇതെല്ലാം നമ്മൾ അവസാനം നമ്മുടെ തലവര, നമ്മുടെ ഡെസ്റ്റിനി ആയിരുന്നു ഇതെല്ലാം, അല്ലേ? അതെ നമ്മൾ ഇതൊക്കെ ഗോ ത്രൂ ചെയ്യണം. നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ള ഇതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിലൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മൾ ആരാണെങ്കിലും, കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തായിരിക്കും പറയുക, അല്ലെങ്കിൽ അച്ഛനും അമ്മ, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ. അങ്ങനെ വീണയെ സംബന്ധിച്ച് അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ വീണയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീണ ഇപ്പോൾ ആരുടെ അടുത്ത് ആദ്യം പോയി പറയുക? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് വളരെ 1, 2, 3 ഫ്രണ്ട്സ് ഉണ്ട്. അതിനകത്ത് എൻ്റെ എല്ലാ കാര്യം അറിയാവുന്ന ഒരു ഫ്രണ്ടെന്ന് പറയുന്നത്, എന്നെപ്പറ്റി ഞാൻ എന്ന് പറയാവുന്ന ഒരാളാണ് അലീന. എന്നാൽ ഇന്ന് വിളിക്കാറില്ല ഞാൻ അവളെ. പിന്നെ അല്ലാതെ എനിക്കിവിടെ ഒരു നല്ലൊരു ഫ്രണ്ട്, വളരെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുന്ന കുറച്ച് സൗഹൃദങ്ങളുണ്ട്. അതിനകത്ത് ഈ കഴിഞ്ഞ ഒരു ജനുവരിയാണോ ഡിസംബറിലോ മറ്റോ എൻ്റെ ചേട്ടന് പെട്ടെന്നൊരു വയ്യാഴിക വന്നു. ഞാനും ചേട്ടനും ക്ലോസ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഡെയിലി വിളിക്കലോ അല്ലെ സുഖാണോടി നിനക്ക് വയ്യേ അങ്ങനെ ഒന്നും ചോദിക്കലൊന്നുമില്ല. കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഡെയിലി വിളിച്ച് അന്വേഷിക്കുന്ന ചേട്ടനോ ഡെയിലി വിളിച്ച് ചേട്ടൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന പെങ്ങളോ അല്ലായിരുന്നു ഞാൻ. പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ ചേട്ടനൊരു ചെറുതായിട്ടൊരു അറ്റാക്ക് വന്നു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുമല്ലോ. അപ്പോൾ എന്നെ വിളിച്ചിട്ട്, ചേട്ടത്തിയമ്മ ഒമാനില്ല, പ്രിയ. അപ്പോൾ എന്നെ പ്രിയ വിളിക്കുന്നത്, എടി ചേട്ടന് വയ്യ, നീ ഒന്ന് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം ചെല്ലണം എന്ന് പറഞ്ഞ് ഞാൻ ആ ഇട്ട നിൽക്കുന്ന ട്രാക്ക് സ്യൂട്ടും ഒരു ടീഷർട്ടും ഇട്ടിട്ട് അതിട്ടെടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റണില്ല. അങ്ങനെ റാഫി എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട് അപ്പം തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ആ പോണ പോക്കിലാണ് എനിക്കൊരു ഭയങ്കര പേടിയായി. ദൈവം എൻ്റെ ചേട്ടന്, കാരണം ആ സെയിം ഹോസ്പിറ്റലാണേ. എൻ്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റുമോ, ഇത് ആലോചിച്ചാൽ ഞാൻ അവിടെ വരെ എത്തുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ നേഴ്സാ, പക്ഷെ ചേട്ടൻ നല്ല പേടിച്ചു തൂറിയ ചേട്ടൻ്റെ കാര്യത്തിൽ. ചേട്ടൻ 108 നേഴ്സാ. പക്ഷേ ചേട്ടൻ ഈ സൗണ്ടില്ലേ, ഈ ICUയിലെ സൗണ്ട് എനിക്കറിയാവുന്ന ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ആയതുകൊണ്ട് ചേട്ടന് ഫോണൊക്കെ കൊടുപ്പിച്ചു. ചേട്ടൻ പറയും, എടി എനിക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലടി, പേടിയാവുന്നടി എന്ന് പറഞ്ഞു. പക്ഷേ ആൻജിയോഗ്രാം ഒന്നും ചെയ്തപ്പോൾ ചേട്ടന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നു. പക്ഷെ അന്ന് മുതൽ ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസായി. ഞാൻ ഓടി ചെന്നപ്പോൾ ചേട്ടൻ്റെ സമാധാനം എനിക്ക് മനസ്സിലായി. ഞാൻ എനിക്ക് പിറ്റേന്ന് ഷൂട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ലേറ്റ് നൈറ്റാണ് ഞാൻ അവിടെ നിന്ന് തിരിക്കുന്നത്. അതുവരെ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ചേട്ടനെ കംഫർട്ടാക്കി. അതിനുശേഷം ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസാണ്, ചേട്ടത്തിയമ്മയായിട്ടും പണ്ടത്തെ ഇതിലും. കാരണം എനിക്കൊരു തോന്നൽ, ദൈവം എൻ്റെ ചേട്ടനും കൂടെ എന്നെ വിട്ടേച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പേടി ഉള്ളിൽ വന്നിട്ട് അതിനുശേഷം ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ബോണ്ടിങ്, ഏട്ടത്തിയമ്മയും ഞാനും. എനിക്ക് ചേട്ടന് വേണ്ടി എനിക്ക് സ്റ്റാൻഡ് ചെയ്യണം, ചേട്ടനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഇടപെടുന്നു. എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പം ഞാൻ ചേട്ടാ ഇങ്ങനെയാ ചേട്ടാ, ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ അന്ന് ഡിവോഴ്സ് ചെയ്യുന്ന സമയത്തും എൻ്റെ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ചേട്ടൻ കൂടെ വന്നിട്ടാണ് ഞാൻ സൈൻ ചെയ്യാനെല്ലാം പോയത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ എനിക്കിപ്പോൾ ഭയങ്കര ഒരു, എൻ്റെ എന്താ പറയുന്നത്, ഇത്രയും കുറേ ചെറുതിലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ചെറുതിലെന്ന് വെച്ചാൽ ഒരു ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ബിസിയായി, ഫാമിലി 2 മക്കളുണ്ട്, അവരവരുടെ ലൈഫ്. അതിൽ നിന്ന് മാറി ഞാനും ചേട്ടനും പ്രിയയൊക്കെ തമ്മിൽ ഇപ്പോൾ ഒരു ഭയങ്കര ബോണ്ടുണ്ട്. അതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള പലരുമായിട്ടും കൂടുതൽ ഞാൻ ബോണ്ടിങ് വെച്ചു. എൻ്റെ ചിറ്റപ്പൻ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഫാമിലി, അമ്മാമ്മ, എല്ലാവരുമായിട്ട്. കാരണം എനിക്ക് ആരെയും നഷ്ടപ്പെടരുത്, ഉള്ള സമയം എനിക്ക് എല്ലാവരുടെയും കൂടെ വേണം, അങ്ങനത്തെ ഒരു തോന്നൽ
ആ ഒരു ഇതിന് ശേഷം എനിക്ക് വന്നത്, ചേട്ടൻ്റെ ഒരു പെട്ടെന്നുള്ള വയ്യാഴികയ്ക്ക് ശേഷം എനിക്കെല്ലാം എല്ലാവരോടും ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ട്. ചിറ്റയോടും ചിറ്റപ്പനോടും എൻ്റെ ചേട്ടനോടും ചേട്ടത്തിയമ്മയോടും ഒക്കെ എനിക്ക് പണ്ട് എനിക്ക് ഓപ്പൺ ആവാൻ പറ്റുന്നില്ലായിരുന്നു, പേടിച്ചിട്ട്. ആരെ പേടി? സമൂഹത്തിനെയായിരുന്നു എനിക്ക് പേടി. അവരെന്ത് വിചാരിക്കും, അയ്യോ ഇവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമോ. പക്ഷെ ആ പേടി ഇപ്പോൾ പോയി. എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. ആ തീരുമാനം ഞാൻ എന്ന് എൻ്റെ ലൈഫിലെടുത്തോ, അത് ഞാൻ എടുത്തിട്ട് കുറച്ച് നാളുകളായി. അതായത് പബ്ലിക് എന്ത് പറയുന്നു എന്ന് നോക്കി ജീവിക്കണ്ടെന്ന്. ഞാൻ കാരണം ഒരാൾക്കൊരു പ്രശ്നം വരാതെ പോവുക, ഞാൻ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ എന്നതൊഴിച്ച് ഞാൻ എന്തും എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതോ ഞാൻ പ്രവർത്തിക്കുന്നതോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ കാരണം എന്ത് സംഭവിക്കുന്നു, അല്ല ഞാൻ കാരണം ഒരാൾക്ക്, ഇപ്പം ഞാനൊരു വേർഡ് യൂസ് ചെയ്തു, അത് രമ്യക്ക് ഹേർട്ടായെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അതല്ലാതെ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലെന്നേ. പിന്നെ ഈ കമൻസും കാര്യങ്ങളും അതിനിപ്പോൾ ഇന്നും ഉണ്ടാവും. നമുക്ക് എല്ലാവരും പ്ലീസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം ആലോചിച്ച് നമ്മൾ കമൻസ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് നോക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നേ. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇപ്പം ഈ നിമിഷം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഗിഫ്റ്റഡാ. ഈ സമയം ഇതിപ്പോൾ കഴിഞ്ഞ് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലല്ലോ. ഈ സെയിം ഡയലോഗ് ഈ സെയിം സംസാരം ഒന്നും പറ്റില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മളങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ലക്ഷ്യമുണ്ട്, വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കരിയർ, എൻ്റെ മോൻ്റെ വളർച്ച, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് കുറേ സ്ഥലത്ത് എത്തണം. ഞാനൊരു യാത്രയിലാണ് അതിൻ്റെ. അപ്പോൾ അതിനിപ്പോൾ ആരെന്നെ പുറകിൽ നിന്ന് വലിച്ചാലും എന്നെ താഴെ വീഴിച്ചാലും ഞാൻ എണീക്കും. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു 1-2 മാസം ഞാൻ കുറേ പ്രശ്നങ്ങളിലൂടെ, അതായത് പ്രശ്നങ്ങളിലൂടെ എന്നല്ല, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, വീണ നായർ പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ. അതെൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ്. അത് വീണയുടെ ഒരു ഡ്രീം ആയിരുന്നു? വീണയുടെ അല്ല, എൻ്റെ അച്ഛൻ്റെ ഒരു ഡ്രീമായിരുന്നു അത്. അച്ഛൻ പ്രൊഡക്ഷൻ തുടങ്ങി, അത് കണ്ടാണല്ലോ നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വന്നിട്ട് ഞാനിത് പറയാം. അപ്പോൾ അച്ഛൻ വഴിയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുന്നത്. അച്ഛൻ പാരയ്ക്ക് പകരം മറുപാര എന്ന് പറഞ്ഞൊരു കോമഡി സീരിയൽ, ഞാനിങ്ങനെ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ, അഭിനയിക്കുന്നൊന്നുമില്ല. ആദ്യം തല കാണിക്കുന്നത് ആ ഷോർട്ട് ഫിലിമിലാണ്. അന്ന് ടെലിഫിലിം എന്നെന്തോ അതിന് പറയാം.